ഗോവിന്ദൻ പാപ്പാൻ ആനയ്ക്ക് ചാരി വെച്ച തോട്ടി പോലെ എന്താ ഒരു നിൽപ്പ്? അങ്ങോട്ട് അടുക്കളയ്ക്ക് നടക്കണേ. ശ്രുതിക്ക് വേണ്ടപ്പെട്ടവരാ എറണാകുളത്ത് നിന്ന് എഞ്ചിനീയർമാരൊക്കെ. പോലത്തെ ഊണിനൊരു പെരുമണ്ടേ, ആ പേരും പെരുമയും കിട്ടണുള്ളതാ. നല്ല പഴുത്ത മാങ്ങ കുറച്ചിരിക്കുന്നു. ഒരു മാമ്പഴപ്പുളിശ്ശേരി അങ്ങോട്ട് തട്ടാം. ഞെട്ടട്ടെ എഞ്ചിനീയർമാര്. നെയ് ഇത് നല്ല കഥ. നീ ഇപ്പൊ എന്റെ ഭംഗിയാണോ നിനക്ക്? എന്തിനാ കൃഷ്ണേട്ട എന്നോട് ഈ വേഷം കെട്ടൊക്കെ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അല്ലെങ്കിലും രാവും പകലും ഈ മുച്ചാൻ സ്ഥലത്ത് നിന്ന് തിരിയണില്ലേ നമ്മൾ രണ്ടും? കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ? കോവിലകം പൊളിക്കാൻ പോവല്ലേ? അതാ കാര്യം. നീ 10-12 ക്ലാസ് പഠിച്ചതല്ലേ ഗൗരിയെ? നമുക്കൊക്കെ പത്രത്തിൽ വായിച്ച പഠിപ്പുള്ളൂ. ജർമ്മനി എന്ന് പറഞ്ഞൊരു രാജ്യത്തെ വലിയ കാര്യമായിട്ട് മതിലുണ്ടായിരുന്നു അത്രേ. അത് പൊളിഞ്ഞില്ലേ? അതിലും മേലെ അല്ലല്ലോ ഇവിടത്തെ കുറച്ച് മണ്ണും കല്ലും ഒക്കെ. അത്രയുള്ളൂ കൃഷ്ണേട്ടൻ ഈ കോവിലകം? ഭൂമിയുടെ അവകാശികൾക്ക് ഈ ഭൂമിയിൽ എന്താ ആയിക്കൂടാത്തത്? പൊളിക്കട്ടെ, പൊളിക്കട്ടെ. അങ്ങട് നീപ്പോ ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. അപ്പോ കൃഷ്ണേട്ടൻ എവിടെയാ നിക്കുക? എങ്ങോട്ടാ പോവാ? മേൽക്കുരയുള്ളപ്പോ അതിന്റെ ചോട്ടിൽ നിൽക്കുക. അത് പൊളിഞ്ഞ ആകാശത്തിന്റെ ചോട്ടില്. ആകാശാരും പൊളിച്ചോണ്ട് പോകില്ലല്ലോ. നല്ല മധുരണ്ട്, വേണമെങ്കിൽ ഒരു ഇഷ്ടം എടുത്ത് തിന്നോ. നിനക്കും പോവാനൊരിടയില്ല അല്ലേ? ആകാശാരും പൊളിച്ചോണ്ട് പോവില്ലല്ലോ. മന്നാടിയാരും നോക്കിക്കോളൂ, ഇക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇതിന്റെ എണ്ണം കണക്കൊക്കെ കിട്ടട്ടെ, അതനുസരിച്ചിട്ട് വേണമല്ലോ ഓരോന്നിനും വിലടാൻ. ഓ, അതിനെന്താ, നമ്മുടെ കൃഷ്ണൻ അറിയായിരിക്കും. കൃഷ്ണ കൃഷ്ണ വന്നു. ആ, മന്നാടിയാർക്ക് ഇത് എന്തൊക്കെ എത്ര എണ്ണം വെച്ചാൽ പറഞ്ഞു കൊടുക്ക. നിലവിളക്ക് വലുത് 35, ചെറുത് 56, തൂക്കുവിളക്ക് 28, കവരവിളക്ക് 12, ചങ്ങലവട്ട 26. പിന്നെ ജനാർദ്ദനം ചെറിയച്ഛൻ വീട് വെച്ച് മാറിയപ്പോ നിലവിളക്ക് വലുതൊരു 10ഉം ചെറുതൊരു 7ഉം കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയുള്ളതാ ചോദിച്ചത്. അപ്പൊ ആരും കൊണ്ടുപോയത് വേണ്ടല്ലേ? ചെറുതും വലുതുമായിട്ട് നമ്മുടെ ഉരുളികളെല്ലാം കൂടെ 14 എണ്ണം വരും. ചെമ്പുപാത്രം ഒക്കെപ്പാട് 208, അല്ല 217 വരും. പല്ലൊക്കെ ഉണ്ടായിരുന്നതോ? അത് തട്ടിന്റെ മുകളിലുണ്ട്. പത്തായം 14, ആട്ടുകെട്ടിൽ 8, കസേര മേശ എല്ലാ സാധനങ്ങളും ചേർത്ത് 300-ന് മേലെ വരും. കൈയും കാലും ഒടിഞ്ഞൊന്നും കൂട്ടിയിട്ടില്ല. പിന്നെ അച്ഛൻ ഇന്നൊരു ചാരുകസാല ഉണ്ട് നമ്മുടെ ഉമ്മറത്ത് കിടക്കുന്നത്. മതി മതി, മന്നാടിയാർക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടിയല്ലോ. എല്ലാം കൂടെ ഒരു കടലാസിൽ കുറിച്ച് നടന്നു. പൂജാമുറിയിൽ ദൈവങ്ങളുടെ മുന്നിൽ കത്തിക്കുന്ന ഒരു 3-4 നിലവിളക്ക് കൂടി ഉണ്ട്. അത് കൂട്ടിയിട്ടില്ല. പൂരം കഴിഞ്ഞ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പില് കുറെ കീറ കടലാസെ കാണും. അതിനു മുമ്പ് ആളും തിരക്കും ഉള്ളപ്പോ നടക്കണം കച്ചവടം. കുട്ടിക്ക് മനസ്സിലായില്ലല്ലേ? എന്താ വേണ്ടതെന്ന് വെച്ചാ ചോദിച്ചാ മതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലല്ലേ? ഏയ്, അതെങ്ങനെയാ? മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലല്ലേ മനസ്സിലുള്ളൂ പറയാൻ പറ്റുക. ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമല്ല. ഈ കോലത്ത് എത്ര വലിയ കാര്യങ്ങൾ വന്നുപോയി. അതിനവിടെ വിട്ടേക്ക്. ഒരിക്കൽ തടി കേടാകാണ്ട് പോയതാ, പിന്നെയും കിടന്നിട്ട് ഉറക്കം വരണില്ല അല്ലേ? ഞാൻ ഉറങ്ങുന്ന നോക്കി ഇവക്ക് കാവലിരിക്കാൻ നീ ആരടാ? ഇവിടെ സംബന്ധക്കാരനോ? ഇല്ലാത്ത തേണ്ടി. ഗൗരി അകത്തേക്ക് വെക്കോളൂ. അവൾക്കെന്നല്ല, കാവലായി തറവാട്ടിന്. എന്നും ഈ തന്തയില്ലാത്ത തെണ്ടി കാവലാ. പണ്ട് മുതൽക്ക് ഒരുപാട് ആട്ടും തുപ്പും ചവിട്ടും സഹിച്ചിട്ടുണ്ട് നിങ്ങളെ. എന്നിട്ടും തമ്പുരാനെ ചെറിയ ചാന്ത് വിളിച്ച് ഞാൻ പുറകെ നടന്നിട്ടേ ഉള്ളൂ. ആ എന്റെ കൈ കൊണ്ട് തമ്പുരാന്റെ മോന്തയ്ക്കൊന്ന് കിട്ടിയാലേ ഈ തറവാട്ടിന് അതിന്റെ കുറച്ചില്. പേടിപ്പിക്കാ നീ? പേടിക്കണം തമ്പുരാനെ. കോലം നിറച്ച ആളാ. ചുരുട്ടിക്കൂട്ടി എല്ലാരെയും മുമ്പിൽ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കണോ തമ്പുരാന്റെ തനി രൂപം? നിങ്ങൾക്കൊക്കെ വച്ചുവിളമ്പാനും വെച്ചെടുക്കാനും നിൽക്കണമെന്ന് വിചാരിച്ച് പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ തമ്പുരാൻ പറയുമ്പോൾ ഉടുതുണി ഉരിയൊന്ന് കരുതോ നിങ്ങൾ? ശരിയല്ലാത്ത ഒരു നോട്ടയിനി അവിടെ നോക്കിയാൽ ഇവിടെ നിന്നുണ്ടാക്കി ഈ തടി കൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ഞാൻ ചെയ്യും. പണി ഞാനങ്ങൾ തീർക്കും.
ഓക്കോ, ഇവിടെ ആരും ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല. കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. കണ്ണു തുടയ്ക്ക്. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. എയർപോർട്ടിൽ നിന്ന് വിളിക്കണം നീ. ഓക്കെ ഫ്രണ്ട്സുമായിട്ട് ചുറ്റി അടിച്ചിട്ട് ഒടുക്കം ഫ്ലൈറ്റ് മിസ്സാക്കി. ഓക്കെ എവരിബഡി ആ ബൈ ബൈ. ദാ അവിടെ വെച്ചോ, നന്നായിട്ടാണ് മുറുക്കി കെട്ടിക്കോ. ഗൗരിയുടെ അച്ഛന് അസുഖം കൂടുതലാ, ഇത്തിരി മോശമാണ് കാര്യം. കാർന്നോര് കത്തി ചാമ്പലായില്ലേ? ഇനി ഇവിടെ സദ്യ ഒന്നുമില്ല, പോണ്ടവർക്കൊക്കെ പോകാം. എനിക്കൊന്ന് കിടന്നുറങ്ങണം. കുറെ മെനക്കെടുത്തിട്ടാണ് അയാള് പോയത്. വച്ചോളൂ. ആശുപത്രിയും മരുന്നും എല്ലാം കൂടി ആയിട്ട് ചുല്ലാനം കുറെ ചെലവാക്കിയിട്ടാ തന്ത പോയി. പോണ പോക്കിൽ എൻ്റെ ഒരു മാവും കൊണ്ടുപോയി, അതും നല്ല കാക്കണ മാവ്. പാവം, വല്ലാത്തൊരവസ്ഥ ആ കുട്ടിയുടെ. വിളിച്ചുകൊണ്ട് വരാന്ന് വെച്ചാ അതിനും പറ്റാണ്ടായില്ലേ. ഇനി എത്ര ദിവസം ഇനി കോലോത്ത് ആലോചിച്ചോ കൃഷ്ണേട്ടാ. അവിടെ ഓരോന്നിനും വില നിശ്ചയിച്ചു, വിറ്റും തുടങ്ങി. ആ കൂട്ടത്തില് കൃഷ്ണൻ എന്താ വില ആലോചിച്ചോ? വിലയുള്ളതല്ലേ വെക്കാൻ പറ്റൂ, അല്ലാത്തതൊക്കെ അത് പോട്ടെ. തിരിച്ചു പോകണ്ടെന്ന് വെറുതെ ആശിച്ചുല്ലേ അമ്മ പറഞ്ഞു. ആശിച്ച പോലൊരു ജീവിതം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയ ജീവിതം മറ്റാർക്കും സങ്കടാവാണ്ട് അങ്ങോട്ട് ജീവിച്ചു തീർക്കുക. കഴിവതും ചിരിച്ചും കളിച്ചു. ചിരിക്കുന്ന മുഖം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങോട്ട് ചിരിക്കുക തന്നെ. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാം അറിയണ ആളല്ലേ, എഴുതണ ആളല്ലേ. എഴുതി, എൻ്റെ മനസ്സിൽ തോന്നണമൊക്കെ ഞാൻ എഴുതി. പക്ഷെ എഴുതിയതൊക്കെ തെറ്റാണെന്നും എഴുതണത് തന്നെ തെറ്റാണെന്നും എപ്പോഴും ശപിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഒരേ മുറിയിൽ രണ്ട് ലോകത്ത്. ചെറുപ്പം മുതൽ എന്ത് ചോദിച്ചാലും അതപ്പ സാധിച്ചു തന്നിരുന്ന ആള്. അമ്പിളി മാമനെ പിടിക്കാൻ മാവിൻ്റെ ഉച്ചയിൽ കയറി വലിയ തോട്ടി മാനത്തേക്ക് നീട്ടി. ഇപ്പം താഴേക്ക് വീഴും, കയ്യും നീട്ടി കണ്ണടച്ച് നിന്നോന്ന് പറഞ്ഞ് മാളുവിനെ കൊതിപ്പിച്ച ആള്. ഒടുവില് മാളവിക്ക് വളർന്ന് അറിയാത്തൊരിക്കൽ മനസ്സ് തുറന്നപ്പോൾ ഓലോത്ത് പണിക്കാരനാണെന്ന് പറഞ്ഞ് തിരിഞ്ഞടന്നു. ആശിച്ച അമ്പിളിമാമനെ കിട്ടാതെ എപ്പോഴും കൈ നീട്ടി കണ്ണടിച്ച് നിൽക്കാൻ മാളും. ഇത്രയും കാലം അങ്ങനെ ഒരു മനസ്സും കൂടെ നടന്നില്ലേ? ഇനി കണ്ണു തുറക്ക. കാഴ്ചകളൊക്കെ മാറിയേ തീരൂ. കാലം ചെല്ലുമ്പോ 1000 കഥകൾ വന്ന് നിറയുന്ന ഈ മനസ്സിൽ കാര്യമില്ലാത്തൊരു അമ്പിളിമാമന് നിൽക്കാൻ ഇടണ്ടാവില്ല. ഇടണ്ടായിക്കൂടാ. ഇവനെ ഒന്ന് ഞങ്ങളുടെ അവിടെ കൊണ്ടുവെക്കുക. പുതിയ പാപ്പാമാരായിട്ടൊക്കെ ഇറങ്ങണ വരെ കൂടെ നിൽക്കുക. അങ്ങനെയാണല്ലോ നാട്ടുനടപ്പ്. വേണമെന്നില്ല, ഒരു അനുസരണക്കേടില്ലാത്തവനെ കുട്ടിശങ്കരൻ.
അഥവാ ഉണ്ടെങ്കിൽ എന്നോടുള്ളൂ. ഞങ്ങൾ പിന്നെ ചെർപ്പളശ്ശേരി കണ്ണെന്ന് വിളിക്കാനാ തീരുമാനിച്ചിരിക്കണേ. എവിടെ ചെന്നാലും ആരെന്ത് പേര് വിളിച്ചാലും നീ എന്റെ കുട്ടിശങ്കരൻ തന്നെയാണ് കേട്ടോ. ചെല്ല് ചെല്ലടാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നടയാനെ അങ്ങട് നടയാനെ